ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് സെമിസ്റ്റർ MCOMൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ടു വെയിറ്റേജ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. പ്രീവിയസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ അതിൻ്റെ ആൻസേഴ്സും കൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ്. നിങ്ങൾക്ക് 28-ാം തീയതി അതിൻ്റെ എക്സാം ഉണ്ട്. അപ്പം ടു വെയിറ്റേജ് പോർഷനിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ട്രേഡ് യൂണിയൻ എന്താണെന്ന്, ഡിഫൈൻ ട്രേഡ് യൂണിയൻ ആൻഡ് ഇറ്റ് ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടു വെയിറ്റേജിന് എല്ലാ പ്രാവശ്യവും എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. പിന്നെ ടു വെയിറ്റേജിന് ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ പോരാ. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് അതിനെ ബ്രീഫ് ചെയ്ത് എഴുതിയതാണ്. ടു വെയിറ്റേജിന് ചോദിക്കുമ്പം എപ്പോഴും നമ്മളുടെ ആൻസർ പേപ്പറിൻ്റെ ഒരു ഭാഗം നിറയെ എഴുതാൻ വേണ്ടി തന്നെ ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ടു വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ഏറ്റവും അവസാനം മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആദ്യം നിങ്ങൾ എപ്പോഴും എസ്എ ക്വസ്റ്റ്യൻസ് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ട്രേഡ് യൂണിയൻ? നിങ്ങൾക്ക് തന്നെ അറിയാം, യൂണിയൻ എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ആളുകളുടെ ഒരു പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ഒരു എന്താ പറയുക ഒരു സംഘടനയാണ് നമ്മളെപ്പോഴും യൂണിയൻ എന്ന് പറയുന്നത്. എ ട്രേഡ് യൂണിയൻ ഈസ് ആൻ ഓർഗനൈസേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ എ പെർട്ടിക്കുലർ ട്രേഡ്, ഇൻഡസ്ട്രി ഓർ കമ്പനി that work to secure better pay, benefits and working conditions for its members through collective bargaining and other advocacy. അതായത് ഒരു ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വർക്കേഴ്സിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയാണ് നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന് പറയുക. അത് എവിടെയൊക്കെ ഉണ്ടാവാം, ഇൻഡസ്ട്രീസിലും കമ്പനിയിലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ട്രേഡിലും എല്ലാം ഉണ്ടാവും. ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് എപ്പോഴും പ്രവർത്തിക്കുക? വർക്കേഴ്സിനെ എന്താ പറയുക റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരെപ്പോഴും വർക്ക് ചെയ്യുന്നതും വർക്കേഴ്സിന് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസും നല്ല ബെനിഫിറ്റും നല്ല സ്കെയിൽ ഓഫ് പേയും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ വർക്കേഴ്സിൻ്റെ പ്രതിനിധിയായിട്ട് മാനേജ്മെൻറ്റിനോട് അല്ലെങ്കിൽ എംപ്ലോയറോട് സംസാരിക്കുക, പ്രതിഷേധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കുറച്ച് കീ ഫങ്ഷൻസ് കൂടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യണം. കീ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് റേസ് വോയിസ് ഫോർ ബെറ്റർ വേജസ് ആൻഡ് ബെനിഫിറ്റ്സ്. നമുക്ക് തന്നെ അറിയാം, ഒരു എന്താ പറയുക ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ എപ്പോഴും അതിൽ മെമ്പറായിട്ടുള്ള ആളുകൾ എംപ്ലോയീസ് ആകുമ്പം അവർക്ക് നല്ല ബെറ്റർ വേജസും സാലറിക്ക് വേണ്ടി സമരങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ശബ്ദം അവർ ഉയർത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ ഗ്രീവൻസ് ഹാൻഡ്ലിങ്. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പരാതികൾ, അതായത് എംപ്ലോയേഴ്സിന് അവരുടെ ജോലി സ്ഥലത്ത് വരുന്ന പ്രശ്നങ്ങൾക്ക് മേൽ പരിഹാരം കാണുക എന്നതും ഇവരുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. ദേ റെപ്രസെൻറ്റ് വർക്കേഴ്സ്. അവർ വർക്കേഴ്സിൻ്റെ ബിഹാഫിൽ വർക്കേഴ്സിന് വേണ്ടി ആക്ട് ചെയ്യുന്നവരാണ്. വർക്കേഴ്സിന് വേണ്ടി എംപ്ലോയറിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, വർക്കേഴ്സിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യുന്നു. അത് അവരുടെ ഒരു ജോലി പോലെ തന്നെയാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു കടമ, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എൻഷുവറിങ് ഫെയർ വർക്കിംഗ് കണ്ടീഷൻ. വർക്കേഴ്സിന് നല്ല വർക്കിംഗ് കണ്ടീഷൻസ് എൻഷുവർ ചെയ്യുക എന്നുള്ളതും ഇവരുടെ കീ ഫങ്ഷനാണ്. സോ നിങ്ങൾ ട്രേഡ് യൂണിയൻ എന്താണെന്ന് നോക്കണം. അതിൻ്റെ കീ ഫങ്ഷൻസും ഞാൻ പറഞ്ഞു. ടു വെയിറ്റേജിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് നോക്കി വെച്ചിട്ട് തന്നെ പോവുക. സെക്കൻഡ്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2022 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ക്യാപിറ്റലിസം. നമുക്കറിയാം എന്താണ് ക്യാപിറ്റലിസം. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ച ആളുകളാണ്. അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. ടു വെയിറ്റേജിന് ക്യാപിറ്റലിസം ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. Capitalism is an economic system where private industries or business own and control means of production. അതായത് ഈ ഒരു ക്യാപിറ്റലിസത്തിലേക്ക് വരുമ്പം അവിടെ പ്രൈവറ്റ് എൻ്റർപ്രൈസിനായിരിക്കും കൂടുതൽ കൺട്രോളും കാര്യങ്ങളും ഉണ്ടാവുക. അവർ ആ ഒരു പ്രൊഡക്ഷൻ മീൻസിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നൊരു രീതിയാണ് ഉണ്ടാവുക. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പാണ്. അതുപോലെ തന്നെ ഏതൊരു ബിസിനസ്സും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ക്യാപിറ്റലിസത്തിൻ്റെയും മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. സെൽഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അതായത് ഇത് പ്രൈവറ്റ് സെക്ടർ ആണല്ലോ, അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ ആണല്ലോ, പ്രൈവറ്റ് ഓണർഷിപ്പ് ആണല്ലോ. സോ അവരുടെയൊക്കെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താ? സ്വന്തമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും അവർ.
ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, അതായത് ഗവൺമെൻറ്റിന് വലിയ രീതിയിലുള്ള ഇടപെടൽ ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനൊക്കെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റലിസം നോക്കി തന്നെ പോവുക, എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. പിന്നെയെന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ പൊവേർട്ടി. പൊവേർട്ടി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതിനെ അങ്ങോട്ട് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. പൊവേർട്ടി എന്താണെന്നൊന്നും ഒരിക്കലും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരാവശ്യമില്ല. ഏത് കൊച്ചു കുട്ടീനോട് പോലും ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പൊവേർട്ടി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അവൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡും എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊവേർട്ടി എന്ന് പറയുന്നത്. പീപ്പിൾ കനോട്ട് മീറ്റ് ബേസിക് നീഡ്സ് ലൈക്ക് ഫുഡ്, ഷെൽട്ടർ, ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഭക്ഷണവും താമസവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെയാണ്. ഇങ്ങനെയുള്ള ബേസിക് നീഡ്സ് പോലും നമുക്ക് പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് നമ്മൾ പൊവേർട്ടി എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡഡ് തന്നെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതെ ആവുന്നത്, അല്ലെങ്കിൽ റിസോഴ്സസിൻ്റെ ഒക്കെ ലിമിറ്റഡ് ആക്സസ് ഒക്കെ ഒരു ടൈപ്പ് ഓഫ് പൊവേർട്ടി തന്നെയാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇതുണ്ടാവും, ഫിസ്ക്കൽ പോളിസി. ഒന്നെങ്കിൽ ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എല്ലാ ഇയറിലും മാറി 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 ചോദിക്കുന്ന ഏരിയ ആണ്. സോ നിങ്ങൾ ഒരിക്കലും ഇത് നോക്കാതെ പോകരുത്, മസ്റ്റായിട്ട് നോക്കണം. ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെൻറ് പോളിസിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എങ്ങനെയൊക്കെ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതി, എക്കണോമീൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഒരു ടൂളാണ് ഈ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഗവൺമെൻറ് എങ്ങനെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ എന്താ പറയുക എക്കണോമീൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു പോളിസിയാണ് ഫിസിക്കൽ പോളിസി. അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ടെക്സ്റ്റിലുണ്ട്, നിർബന്ധമായിട്ടും ടെക്സ്റ്റ് നോക്കിയിട്ട് പോവുക. പിന്നത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷനാണ്. ഇതിനെപ്പറ്റി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും 2 വെയിറ്റേജിലും ഒരു ക്വസ്റ്റ്യൻ 3 വെയിറ്റേജിലും എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഈ 4 എണ്ണം നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഷുവറായിട്ട് ഉറപ്പിച്ചോളൂ. അപ്പം എന്താണ് വാട്ടർ പൊല്യൂഷൻ? വാട്ടർ പൊല്യൂഷൻ ഈസ് ദ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ് ലൈക്ക് ലേക്സ്, റിവേഴ്സ് ആൻഡ് ഓഷ്യൻസ് വിത്ത് ഹാംഫുൾ സബ്സ്റ്റൻസസ് ഫ്രം ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ ആക്ടിവിറ്റീസ്. നമുക്കറിയാം വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ, അതായത് ലേക്കുകളും റിവേഴ്സും ഓഷ്യൻസും എല്ലാം എന്തെങ്കിലും തരത്തിലുള്ള മലിനകരമായ വസ്തുക്കൾ യൂസ് ചെയ്തുകൊണ്ട് നശിപ്പിക്കുന്നതിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയാം. ഇത് മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാച്ചുറലി എന്തെങ്കിലും ആക്ടിവിറ്റികളിലൂടെയും ഇതൊക്കെ മലിനപ്പെടാറുണ്ട്. വേസ്റ്റേജ് ഡംപിങ് ഒക്കെ ഇതിനൊരു കാരണമാണ്. പിന്നെ അതിൻ്റെ കോസസും കൂടെ നോക്കി പോവുക. ഏത് പൊല്യൂഷൻ പഠിക്കുകയാണെങ്കിലും അതിൻ്റെ കോസും കൂടെ പഠിക്കാൻ ട്രൈ ചെയ്യുക. ബിക്കോസ് അതും കൂടെ നമുക്ക് എന്തായാലും കൂട്ടി എഴുതേണ്ടി വരും. ഇപ്പം വാട്ടർ പൊല്യൂഷൻ്റെ കോസസ് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയലും അഗ്രികൾച്ചറൽ വേസ്റ്റസ് കൊണ്ടൊക്കെ പറ്റാറുണ്ട്. അതുപോലെ തന്നെ സീവേജ്, വേസ്റ്റ് വാട്ടറൊക്കെ പുഴയിലേക്ക് ഒഴുക്കുന്നത് കൊണ്ട് വെള്ളം മലിനമായി പെടാറുണ്ട്. സോളിഡ് വേസ്റ്റ്, ഗാർബേജും അതുപോലെ തന്നെ വേസ്റ്റ് ഡംപിങ്, പ്ലാസ്റ്റിക് ഒക്കെ എന്താ പറയുക റിവറിലേക്കൊക്കെ ഡംപ് ചെയ്യുന്നത് ഒക്കെ പൊല്യൂഷന് കാരണമാവാറുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ട്രേഡ് യൂണിയൻ എന്താണ്, ക്യാപിറ്റലിസം എന്താണ്, അതുപോലെ തന്നെ പൊവേർട്ടി എന്താണ്, ഫിസിക്കൽ പോളിസി എന്താണ്, വാട്ടർ പൊല്യൂഷൻ എന്താണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തായാലും നമുക്ക് വരുന്ന ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ്, എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ്? നമ്മുടെ സബ്ജക്റ്റ് തന്നെ ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ്. സോ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് അറിയാത്ത ഒരാളും ഉണ്ടാവില്ല. സോ ഡിഫൈൻ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. കോമ്പിനേഷൻ ഓഫ് ഓൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് എ കമ്പനീസ് ഓപ്പറേഷൻ. അതായത് ഒരു കമ്പനീൻ്റെ ഓപ്പറേഷനെ ബാധിക്കുന്ന എല്ലാ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും കൂടെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുക. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ്, മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസ് എല്ലാം വരാം. അറ്റ് ദ സെയിം ടൈം എക്സ്റ്റേണലിലേക്ക് പോകുമ്പോൾ ടെക്നോളജി, മാർക്കറ്റ്, സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ സിറ്റുവേഷൻസ് എല്ലാം വരാം. ഇത് പല വർഷവും എസ്സേക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്നല്ല, ഇൻറ്റേർണൽ ഫാക്ടർ അഥവാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സൊക്കെ എസ്സേക്ക് ചോദിക്കാറുണ്ട്. സോ നിങ്ങളത് നിർബന്ധമായിട്ട് നോക്കുക, നോക്കാതെ പോവരുത്.